നമസ്കാരം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഒരു ആൾക്കൂട്ട മർദ്ദനമോ കൊലപാതകമോ ഉണ്ടായാൽ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പ്രബുദ്ധത പ്രസംഗിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. എന്നാൽ സ്വന്തം മൂക്കിന് താഴെ നമ്മൾ ജീവിക്കുന്ന ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിയമത്തെയും മനുഷ്യത്വത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് സമാനമായ ആൾക്കൂട്ട കൊലകൾ ആവർത്തിക്കുമ്പോൾ ഇവരൊക്കെ എവിടെ ഒളിക്കുകയാണ്? പത്തനംതിട്ട റാന്നിയിലെ പുല്ലമ്പള്ളിയിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദൃശ്യങ്ങൾ ഏതൊരു സാധാരണക്കാരന്റെ മനസ്സാക്ഷിയെ ഉലയ്ക്കുന്നതാണ്. വീട്ടിൽ ഒളിഞ്ഞു നോക്കിയെന്ന് ആരോപിച്ച് വർഗീസ് മാത്യു എന്ന ബിജു എന്ന 56 വയസ്സുകാരനെയാണ് ഒരു ജനക്കൂട്ടം ക്രൂരമായി വിചാരണ ചെയ്ത് മർദ്ദിച്ചത്. ക്രൂരതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ഇയാളെ പൂർണ്ണമായും വിവസ്ത്രനാക്കി കൈയും കാലും കഴുത്തും കയറും ഉപയോഗിച്ച് കൂട്ടിക്കെട്ടിയാണ് നിലത്തിട്ട് ചവിട്ടിയത്. താൻ മോഷ്ടിക്കാൻ വന്നതല്ലെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും മർദ്ദകർ അത് കേൾക്കാൻ കൂടി തയ്യാറായില്ല. അതിലും വലിയ നാണക്കേട് എന്താണെന്ന് വെച്ചാൽ അയാളെ ക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചതും ആ മർദ്ദകർ തന്നെയാണ്. ജൂൺ 7-ാം തീയതി രാത്രി 11:30 ഈ ഒരു ദാരുണമായ സംഭവം നടക്കുന്നത്. വർഗീസ് മാത്യുവിന്റെ സ്വന്തം വീട്ടിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള ചെമ്പൻ മുഖത്ത് വെച്ചാണ് ഇയാൾക്ക് ഈ ഒരു ദുരവസ്ഥ നേരിടേണ്ടിയായിട്ട് വന്നത്. മർദ്ദനമേറ്റ് ചോരയൊലിച്ച് ബോധമില്ലാതെ കിടന്ന ഇയാളെ റാന്നി പോലീസ് എത്തിയാണ് ആദ്യം റാന്നി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയത്. തലയ്ക്ക് കനത്ത പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മെഡിക്കൽ കോളേജ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇവിടെ നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ആശുപത്രിയിൽ മൊഴിയെടുക്കാനെത്തിയ റാന്നി പോലീസിനോട് ബിജു പറഞ്ഞത് തനിക്ക് പരാതിയില്ലെന്നാണ്. ആൾക്കൂട്ടത്തിന്റെ ക്രൂരതയ്ക്കിരയായ ഒരു മനുഷ്യൻ ഭയം കൊണ്ടും മാനക്കേട് ഭയന്നുമാണ് പരാതിയില്ല എന്ന് പറയുന്നതെന്ന് വ്യക്തമാണ്. എങ്കിലും പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം വീട്ടിൽ ഒളിഞ്ഞു നോക്കിയെന്ന വീട്ടുകാരുടെ പരാതിയിൽ ബിജുവിന്റെ പേരിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചോദ്യം ഒന്ന് മാത്രമാണ്. ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ ജനാധിപത്യപരമായ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അല്ലാതെ നിയമം കയ്യിലെടുത്ത് വ്യവസ്ഥനാക്കി കെട്ടിയിട്ട് തല്ലാൻ അവർക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത്? റാന്നിയിലെ ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കേരളത്തിന്റെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച അട്ടപ്പാടി മധുവിന്റെ കൊലപാതകത്തെയാണ്. 2018 ഫെബ്രുവരി 22-നാണ് അട്ടപ്പാടിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ആദിവാസി യുവാവായ മധുവിനെ അരിയും പലചരക്ക് സാധനങ്ങളും മോഷ്ടിച്ചു എന്നാരോപിച്ച് ഒരു കൂട്ടം പ്രാദേശിക ജനങ്ങൾ ക്രൂരമായി തല്ലിക്കൊന്നത്. അന്നും അക്രമികൾ മധുവിനെ കെട്ടിയിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും സെൽഫികളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് ആനന്ദം കണ്ടെത്തിയിരുന്നു. വാരിയലുകൾ തകർന്ന് ഗുരുതരമായ ആന്തരിക പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് മധു മരണപ്പെടുന്നത്. ഈ കേസിൽ 2023 ഏപ്രിലിൽ വിചാരണ കോടതി പ്രതികൾക്ക് വെറും 7 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചത് വലിയ ജനരോക്ഷത്തിന് കാരണവുമായിരുന്നു. എന്നാൽ മധുവിന്റെ കുടുംബത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിനൊടുവിൽ ഇക്കഴിഞ്ഞ 2026 മെയ് മാസം കേരള ഹൈക്കോടതി ഈ കേസിൽ വിപ്ലവകരമായ ഒരു വിധിയാണ് പുറപ്പെടുവിച്ചത്. വിചാരണ കോടതിയുടെ 7 വർഷത്തെ ശിക്ഷ റദ്ദാക്കിക്കൊണ്ട് കുറ്റക്കാരായ 12 പ്രതികൾക്കും ഹൈക്കോടതി ജീവപര്യന്തം കഠിന തടവും ഒപ്പം 2 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷയായി വിധിച്ചു. വിശ്വസനീയമല്ലാത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 1-ാം പ്രതിയായ ഹുസൈനെ കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിലും ബാക്കി പ്രതികൾക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ ഹൈക്കോടതി നൽകി. അട്ടപ്പാടി മധുവിന്റെ കേസിൽ 12 പേർക്ക് ജീവപര്യന്തം ശിക്ഷ കിട്ടിയ വാർത്ത പുറത്തു വന്നിട്ട് 1 വർഷം പോലും തികയുന്നതിന് മുൻപാണ് പത്തനംതിട്ടയിൽ നിന്നും വീണ്ടും ഒരു ആൾക്കൂട്ട വിചാരണ നടക്കുന്നത് എന്നത് എത്രത്തോളം ഭയപ്പെടുത്തുന്ന കാര്യമാണ്. നിയമം കയ്യിലെടുക്കാൻ തുനിയുന്ന ഗുണ്ടകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് പഴയ ഭരണകൂടമൊന്നുമല്ല. പുതിയ UDF സർക്കാരിന്റെ കീഴിൽ ഇത്തരം ആൾക്കൂട്ട അക്രമങ്ങൾക്കെതിരെ കർശനമായ നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത്. ആരോപണങ്ങൾ എന്തുമായിക്കോട്ടെ അത് അന്വേഷിക്കേണ്ടത് പോലീസും ശിക്ഷിക്കേണ്ടത് കോടതിയുമാണ്. അല്ലാതെ തെരുവിൽ വെച്ച് സ്വന്തം കൈക്കരുത്തു കാണിക്കാൻ ഇറങ്ങുന്നവർക്ക് നാളെ മധു കേസ് പ്രതികളുടെ അതേ അവസ്ഥ തന്നെയായിരിക്കും നേരിടേണ്ടി വരിക. വിയ്യൂർ ജയിലിന്റെ ഇരുട്ടറയ്ക്കുള്ളിൽ ജീവപര്യന്തം കിടക്കേണ്ടി വരുമ്പോൾ മാത്രമേ ഈ ഒരു ആൾക്കൂട്ട വീരന്മാർക്ക് നിയമത്തിന്റെ വില മനസ്സിലാകൂ. ഇത്തരം അഴുക്കുചാലിലെ ക്രിമിനൽ ചിന്താഗതികളിൽ നിന്നും കേരളീയ സമൂഹം എന്നാണ് സ്വതന്ത്രരാവുന്നത്? നിയമം കയ്യിലെടുത്ത് തെരുവിൽ വീരവാദം മുഴക്കാൻ ഇറങ്ങുന്ന സകല ആൾക്കൂട്ട ഗുണ്ടകൾക്കെതിരെയും വരാൻ പോകുന്ന നാളുകളിൽ അഴിക്കുള്ളിൽ ജീവപര്യന്തം അടക്കമുള്ള കർശന ശിക്ഷാ നിയമ നടപടികൾ തന്നെയാണ് സ്വീകരിക്കേണ്ടത്.